ഇല്ലേ കണ്ണിമാങ്ങകൾ ഒന്നൊന്നായി ഞാൻ പൊട്ടിച്ചു. അമ്മ വന്നെൻ്റെ കുഞ്ഞു കൈകളിൽ ഒന്നൊന്നായി അടിപൊട്ടിച്ചു. ഉച്ചനേരത്ത് ഞാൻ ഉച്ച കേട്ട് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ. അച്ഛൻ വന്നെൻ്റെ കുഞ്ഞു കൈകൾ ഒന്നൊന്നായി ഉമ്മ തന്നില്ലേ. ഉണ്ണിപ്പൂവല്ലേ ഉണ്ണിക്കായല്ലേ ഉണ്ണി എന്തിന് പൊട്ടിച്ചു. കണ്ണിമാങ്ങ വളർന്നു വന്നല്ലേ മമ്പയമായി മാറുക. മുറ്റത്തുള്ളൊരു കണ്ണിമാങ്ങ എന്നെ നോക്കി കരഞ്ഞില്ലേ. നോക്കി നോക്കി ഞാനും പൊട്ടി കരഞ്ഞില്ലേ. അസ്സലാമു അലൈക്കും. എല്ലാം പടച്ച റഹ്മാനല്ല, എല്ലാവർക്കും കാരുണ്യമേകുമല്ല. അല്ലും പകലും ഉറങ്ങുകയില്ല, എല്ലും മയങ്ങാത്ത നാഥനല്ല. അമ്പിളി പൊൻവിളക്കാകാശത്തിൽ ഇമ്രമാം കാഴ്ചയായി കൂട്ടിയല്ല. ഒറ്റ മഴയായി പല നിറത്തിൽ എത്രയോ പൂക്കൾ നിറച്ചുവല്ല. എല്ലാ വിളികളും കേൾക്കുമല്ല, ഉത്തരം ഏകുന്നോരേകനല്ല. അല്ലാ അല്ലാ അല്ലാഹു നമ്മുടെ റബ്ബാണല്ലാഹു. നമ്മെ പടച്ചവനല്ലാഹു, അന്നം തന്നവനല്ലാഹു. ഏകല്ല ഏകല്ലാഹു ഏറെ മഹാനല്ലാഹു. ശുക്രൻ. ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളൊഴുകുന്ന ലോകം. കാണാൻ എന്തുണ്ട് മാർഗം കാട്ടി തരൂ തമ്പുരാനെ, കാട്ടി തരൂ തമ്പുരാനെ. കോപ്പകൾ സോഫകൾ പച്ചവിരിപ്പുകൾ പട്ടിനായി നെയ്ത വസ്ത്രങ്ങൾ. കോപ്പുകൾ സോഫുകൾ പച്ചവിരിപ്പുകൾ പട്ടിനായി നെയ്ത വസ്ത്രങ്ങൾ. തേനാറുകൾ പാലാകൾ വച്ചാത്ത നീർച്ചാലുകൾ, വച്ചാത്ത നീർച്ചാലുകൾ. ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളൊഴുകുന്ന ലോകം. കാണാൻ എന്തുണ്ട് മാർഗം കാട്ടി തരൂ തമ്പുരാനെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കഥനങ്ങൾ തീരാത്ത കരുണീർ തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ. കർബല കഥയൊന്നു വിവരിക്കട്ടെ. ഇസ്ലാമിൽ ഇരുളിൻ്റെ കരുമുകിൽ വീഴ്ത്തിയ ഇതിഹാസമോതിടട്ടെ. കർബല ഇശലായി കോർത്തിടട്ടെ. കർബല മണൽ തരി കരഞ്ഞതാ, വാർത്ത കേട്ട് ലോകവും തരിച്ചതാ. കൂഫയെന്ന ഹുസ്നയും ചതിച്ചതാ, രാക്കിണിയും ശുചി മറന്നു പോയതാം. കൊടിലിൻ്റെ സീതിൻ്റെ ഭരണത്തിൻ കാലത്ത് കൊടുമായി നാട്ടുകാർ കഴിയുന്ന നേരത്ത്. കൊടിലിൻ്റെ സീതിൻ്റെ ഭരണത്തിൻ കാലത്ത് കൊടുമായി നാട്ടുകാർ കഴിയുന്ന നേരത്ത്. കൂഫക്കാരന് ഹുസൈനാരെ ക്ഷണിച്ച്, കൂഫക്കാരന് ഹുസൈനാരെ ക്ഷണിച്ച്. കൊടിയ ചതി ചെയ്തില്ലേ കർബല, കണ്ണീർ കടലായില്ലേ. കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ. കർബല കഥയൊന്നു വിവരിക്കട്ടെ.
സത്യറസൂലിൻ്റെ പേരക്കാണ് മക്കൾ മുത്തിമണത്തിന് ബി പോറ്റിയ പൊൻപൂക്കൾ. സത്യറസൂലിൻ്റെ പേരക്കാണ് മക്കൾ മുത്തിമണത്തിന് ബി പോറ്റിയ പൊൻപൂക്കൾ. കരുണാറ്റുള്ളോര ഇബ്നൂസി അതിൻ്റെ കരുണാറ്റുള്ളോര ഇബ്നൂസി അതിൻ്റെ വാളിനിരയായില്ലേ, കർബല ചോരക്കളമായില്ലേ. മുകളിൽ കാഴ്ചകളേകിയതാരാണ്, പറയാം മറുപടി ഞാൻ, അവനാണ് ഗനല്ലാഹു, അവനാണ് ഗനല്ലാഹു. കേൾക്കാം നമ്മുടെ കാതുകളിൽ കൈവതു നൽകിയതാരാണ്, പറയാം മറുപടി ഞാൻ, അവനാണ് ഗനല്ലാഹു, അവനാണ് ഗനല്ലാഹു. ഓടിച്ചാടി നടക്കാനു തന്നതാരാണ്, പറയാം മറുപടി ഞാൻ, അവനാണ് ഗനല്ലാഹു, അവനാണ് ഗനല്ലാഹു. പൂവുകളിൽ പൂമ്പാറ്റകളിൽ വർണ്ണമേകിയതാരാണ്, പറയാം മറുപടി ഞാൻ, അവനാണ് ഗനല്ലാഹു, അവനാണ് ഗനല്ലാഹു. ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണൽ, എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്, എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും, എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണൽ, എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്. നേരി തന്ന ഉയരാണ് എൻ്റെ ഉപ്പ, നേർവഴിക്ക് കൈ പിടിച്ച് വൈകാട്ട് ഉപ്പ, നേരിയോതി തന്ന ഉയരാണ് എൻ്റെ ഉപ്പ, നേർവഴിക്ക് കൈ പിടിച്ച് വൈകാട്ട് ഉപ്പ, എൻ്റെ ഉപ്പ കൊണ്ട വെയില ഞാൻ കൊള്ളും തലേ, എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്, എൻ്റെ ഉപ്പ കൊണ്ട മഴ, എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്, എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്. അസ്സലാമു അലൈക്കും. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം, അവരെ തുടർന്ന് സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം. അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം, അവരെ തുടർന്ന് സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം. അതിലൂടെ ഞങ്ങളെ നടത്തിടൂ നിറഹീമേ, അതിനായി സങ്കടം കരഞ്ഞിടാം പെരിയോനെ. അതിലൂടെ ഞങ്ങളെ നടത്തിടൂ നിറഹീമേ, അതിനായി സങ്കടം കരഞ്ഞിടാം പെരിയോനെ. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. നമ്രൂദിൻ തീക്കളത്തിൽ കരിയാത്ത തൗഹീദ്, ബദറിൽ സ്വഹാബിമാർക്ക് കരുത്തായ തൗഹീദ്. നമ്രൂദിൻ തീക്കളത്തിൽ കരിയ
അറിയാത്ത തൗഹീദ്, ബദറിൽ സ്വഹാബിമാർക്ക് കരുത്തായ തൗഹീദ്. അല്ലാഹുവിന് മാത്രം നമ്മുടെ ഇബാദത്ത്, വേണ്ടാവങ്കലേക്ക് മധ്യവർത്തി നമുക്ക്. അല്ലാഹുവിന് മാത്രം നമ്മുടെ ഇബാദത്ത്, വേണ്ടാവങ്കലേക്ക് മധ്യവർത്തി നമുക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. കരളിൻ്റെ ഉള്ളിലുള്ളതറിയുന്നവനല്ലാ, അല്ലാതെ ആരും കൽബിലെ രഹസ്യമറിയില്ല. കരളിൻ്റെ ഉള്ളിലുള്ളതറിയുന്നവനല്ലാ, അല്ലാതെ ആരും കൽബിലെ രഹസ്യമറിയില്ല. ഖബറിൽ ശയിച്ചിടുന്നവരറിയില്ല എന്നുമേ, ഖബറാളിയോട് തേടുവാൻ തെളിവില്ല എങ്ങുമേ. ഖബറിൽ ശയിച്ചിടുന്നവരറിയില്ല എന്നുമേ, ഖബറാളിയോട് തേടുവാൻ തെളിവില്ല എങ്ങുമേ. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി, ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. മലർമുട്ട് പോലെ പൊട്ടി വളർത്തുമ്പോൾ ഒരു നാളിൽ, ഉറങ്ങുമ്പോൾ നബി കള്ളാക്കിനാവ് കാട്ടി. മലർമുട്ട് പോലെ പൊട്ടി വളർത്തുമ്പോൾ ഒരു നാളിൽ, ഉറങ്ങുമ്പോൾ നബി കള്ളാക്കിനാവ് കാട്ടി. നബി തൻ കുരുന്നിസ്മായിലിനെ ആർക്കും മട്ടിൽ, അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തി ചോദി. ഉടനെ മറുപടി മകൻ ചൊല്ലി ഉറയ്ക്ക് ചെതി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി, ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. കമഴ്ത്തിക്കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തി. കമഴ്ത്തിക്കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തി. ഉടനെ കർത്താവൻ മറുപടി അത് വിടുത്തിയതിൻ്റെ ബദൽ ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തു ഒരാട്ടിൻ കുട്ടികളിലുള്ളോക്ക്. വേഗം ആട്ടിനെ അറുത്തി ഇബ്രാഹിം ഹഗ്. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി, ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി, ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്, വീർപ്പതൊന്നു നിന്ന് പോയാൽ പിന്നെ വെറും മയ്യത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്, വീർപ്പതൊന്നു നിന്ന് പോയാൽ പിന്നെ വെറും മയ്യത്ത്. വന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്, വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താനിൻ ചാരത്ത്. വന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്, വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താനിൻ്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്, വീർപ്പതൊന്നു നിന്ന് പോയാൽ പിന്നെ വെറും മയ്യത്ത്. പകലിൽ നീളിനിയൊരു പന്തിനൊപ്പം പായുന്നു, പകലോനസ്തമിച്ചാൽ പോലും നീയത് തുടരുന്നു. പകലിൽ നീളിനിയൊരു പന്തിനൊപ്പം പായുന്നു, പകലോനസ്തമിച്ചാൽ പോലും നീ അത് തുടരുന്നു. നമസ്കാരം ഒഴിവാകുന്നതിന് മറന്നിടുന്നു, നരകം തന്നിലേക്ക്
കിതാനെ വഴി തുറന്നിടുന്നു. നമസ്കാരം ഒഴിവാകുന്നതിന് മറന്നിടുന്നു. നരകം തന്നിലേക്ക് താനെ വഴി തുറന്നിടുന്നു. എന്തിനായി നീ മനുഷ്യ അഹങ്കാരി ഭൂലോകത്ത്? വീർപ്പതൊന്നു നിന്ന് പോയാൽ പിന്നെ വെറും മയ്യത്ത്. വീട്ടിൻ മുറിയിലുണ്ട് ഹരം പകരും പെട്ടി, വിഷമയമാക്കും അതിൻ ജീവിതമറിയോ കൂട്ടി. വീട്ടിൻ മുറിയിലുണ്ട് ഹരം പകരുന്നൊരു പെട്ടി, വിഷമയമാക്കും അതിന് ജീവിതമറിയോ കൂട്ടി. ദിനരാത്രം മുഴുവൻ ആണും പെണ്ണും അതിൻ ചുവട്ടിൽ, ഒന്നിനും കൊള്ളാത്തൊരു കൂട്ടം വളരും ഈ നാട്ടിൽ. ദിനരാത്രം മുഴുവൻ ആണും പെണ്ണും അതിൻ ചുവട്ടിൽ, ഒന്നിനും കൊള്ളാത്തൊരു കൂട്ടം വളരും ഈ നാട്ടിൽ. എന്തിനായി നീ മനുഷ്യ അഹങ്കാരി ഭൂലോകത്ത്? വീർപ്പതൊന്നു നിന്ന് പോയാൽ പിന്നെ വെറും യത്ത്. അല്ല പറഞ്ഞിടാത്ത മാർഗം നയിക്കുന്നോർക്ക് അവനിൽ നിന്ന് വരും ശിക്ഷയറിഞ്ഞോ ശരിക്ക്. അല്ല പറഞ്ഞിടാത്ത മാർഗം നയിക്കുന്നോർക്ക് അവനിൽ നിന്ന് വരും ശിക്ഷയറിഞ്ഞോ ശരിക്ക്. മറക്കാതെ മനസ്സിൽ ഈമാൻ കൊണ്ട് നീ നിറക്ക്. മരണം പുൽക്കും മുമ്പ് റബ്ബിനോ ആയിരക്ക്. മറക്കാതെ മനസ്സിൽ ഈമാൻ കൊണ്ട് നീ നിറക്ക്. മരണം പുൽക്കും മുമ്പ് ആയിരക്ക്. എന്തിനായി നീ മനുഷ്യ അഹങ്കാരി ഭൂലോകത്ത്? വീർപ്പതൊന്നു നിന്ന് പോയാൽ പിന്നെ മയ്യത്ത്. അന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താനി ചാരം. അസ്സലാമലൈക്കും. മരണത്തിനായി റൂഹൊന്നെടുക്കാൻ മൗത്തിൻ്റെ മാലാഖ വന്നെത്തുമല്ലോ. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാനായി എന്നെ മടക്കെന്ന് വിലപിക്കുമേ. വെറും വാക്ക് പറയും നിനക്കെന്നൊരിക്കലും പിന്തിച്ചു നൽകില്ല നിന്റെ റബ്ബ്. ആര്യമാശ്വാസം നേടുവാനായി നോമ്പിനെ നന്നായി മുന്നേറണം. വിരിപ്പിന്നിൽ ബാഹത്താൽ നീ ആരായി നോമ്പെടുത്താൽ പോരെ ഇഖ്ലാസ് വേണം. പാപം പൊറുക്കാൻ നമ്മൾക്ക് വേണ്ടത് വിശ്വാസം ചാലിച്ച നോമ്പാവണം. മരണത്തിനായി റൂഹൊന്നെടുക്കാൻ മൗത്തിൻ്റെ മാലാഖ വന്നെത്തുമല്ലോ. ഒരു നോമ്പ് നോറ്റാൽ നമുക്കുണ്ട് നാളെ കണങ്ങൾ നോക്കാതെ പ്രതിഫലങ്ങൾ. 70 വർഷം വൈദൂരം വാജ്ഹി ആകേറ്റിനി റയിലെത്തിക്കണേ. തിന്മ പിരിച്ചായി നമ്മൾക്ക് ശക്തിയായി മാറ്റേണ്ട സ്വർഗത്തിലെത്തിക്കണേ. ഖുർആനിലായി മാധുര്യമേക്കി നീതല്ല മഹത്യം നിരിച്ചടം. ലൈലത്തുൽ ഖദറിൽ 1000 മാസത്തെ ദൗഭാര്യമേകാൻ തുണയേകണേ. നോമ്പിൽ
സത്യം ഉൾക്കൊള്ളുവാനായി ഹൃദയം വെളിച്ചത്തിലെത്തിക്കണം. മരണത്തിനായി ഊഹൊന്നെടുക്കാൻ മൗത്തിൻ്റെ മാലാക വന്നെത്തുമല്ലോ. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാനായി എന്നെ മടക്കെന്ന് വിലപിക്കുമേ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നെടുത്തിടുന്നേ. മക്കം ഫത്ഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ. മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നെടുത്തിടുന്നേ. മക്കം ഫത്ഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ. അൽ-അമീനാണെന്നു കാണുന്നവർ കൊല്ലം പറഞ്ഞ് അല്ലല്ലില്ലാതെ 40 കൊല്ലക്കാലം കഴിഞ്ഞ് നുബുവത്ത് ലഭിച്ചപ്പോൾ ഭയത്താലെ വലഞ്ഞ് നബിയുടെ മനസ്സിൽ ഓർമ്മകൾ വന്നു നിറഞ്ഞ്. അൽ-അമീനാണെന്ന് കാണുന്നവർ കൊല്ലം പറഞ്ഞ് അല്ലല്ലില്ലാതെ 40 കൊല്ലക്കാലം കഴിഞ്ഞ് നുബുവത്ത് ലഭിച്ചപ്പോൾ ഭയത്താലെ വലഞ്ഞ് നബിയുടെ മനസ്സിൽ ഓർമ്മകൾ വന്നു നിറഞ്ഞ്. എത്തിരവേദന അന്ന് സഹിച്ചെന്ന് ഓർക്കാൻ പലതുണ്ട്. ഇത്തരണത്തിൽ ഹൃദയം അടങ്ങുന്നേ. മനസ്സിലുണ്ട് നൊന്തു പറ്റ പൊന്നാരുമ്മ പോറ്റി വളർത്തിയ ബീവി ഹൈന അത്തരമത്തിലെ ചിത്തിരി ഓർമ്മ. മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നെടുത്തിടുന്നേ. മക്കം ഫത്ഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ. മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നെടുത്തിടുന്നേ. മക്കം ഫത്ഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ. പിരിശത്തിൽ നിന്നോട് പടച്ചോന്റെ കാരുണ്യം കെട്ടുന്നത് കണ്ടോളി. ഒഞ്ഞാനം പോരാടി നിൽക്കേണ്ട പൊന്നാനം ക്ഷേത്രങ്ങൾ പള്ളിയിൽ തീർക്കേണ്ട. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനുഷ്യനകത്തൊരു പള്ളി ഉണ്ടാക്കി. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനുഷ്യനകത്തൊരു പള്ളി ഉണ്ടാക്കി. അകലെ ജാതിക്കും കേറാമെന്നാത്മ അകലെ നിസ്കാര കേറാമെന്നാകുക. പടപ്പോട് പിരിശത്തിൽ നിന്നോട് പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളെ. അജ്ഞാനം പോരാടി നിൽക്കേണ്ട പൊന്നാനം ക്ഷേത്രങ്ങൾ പള്ളിയിൽ തീർക്കേണ്ട. പ്രിയപ്പെട്ട അധ്യാപകരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന സൽസ്വഭാവത്തെ കുറിച്ചാണ്. സൽസ്വഭാവം വിശ്വാസപരമായി ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പുണ്യകർമ്മമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളിൽ സൽസ്വഭാവയെ തുലാസിൽ സൽസ്വഭാവം പോലെ കനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല. ചീത്ത വാക്ക് പറയുന്ന ദുസ്വഭാവിയെ അള്ളാഹു വെറുക്കുന്നു. മറ്റൊരു സ്വർഗപ്രവേശനം കാരണത്തിനാകുന്നത് തഖ്വയും സൽസ്വഭാവവുമാണ്. ലജ്ജ, കാരുണ്യം, ക്ഷമ, മറ്റുള്ളവരെ സഹായിക്കൽ, കുടുംബബന്ധം ചേർക്കൽ എന്നിവ സൽസ്വഭാവത്തിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ ധാരാളം നന്മകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ജീവിതത്തിൽ പകർത്തുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും. هذا الشعر عن انهيارات المعلمة بأرولي وينات في ولاية كيرلا بقلم نوفل مايل في بحر الكامل. متفاعل 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 مطر العزير في مناطق كيرلا أحزاننا أبناء
إله المقتلعين دفن الورى بالسرى وكانوا نائمين وبكاءهم لم يرفعوا إلا الأنين قتلت مئات بإنهياب أراضيهم وكأنهم حصفوا تماما صائحين سمعوا صراخا شق من فوق الجبال هلكوا سريقا تحت سحر في المطير نشدوا عيال ليلة كانوا معا لكنهم طلوا صباحا عائبين جلبت سيول بالتراب مثقلا سقطت سقوفا فوق رأس السابحين هربت بيوت والشوارع والقرون ومعائهم ومواطنوها معرقين قطعت أياد مزقوا أجسامهم إخواننا بين الجذور مقطعين. السلام عليكم. السلام عليكم. يا إلهي أدعوك يا إلهي يا رافع السماء احفظ علي ديني من فتنة الأهواء وقوّني أموري بالجز والزكاة احفظ أبي وأمي وكل أصدقائي وامنن على بلادي رب استجب دعائي. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഒരു കൊച്ചു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മുത്തുനബിയെ കുറിച്ചാണ്. കഥയുടെ പേര് ദയാലുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുകയായിരുന്നു. ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു പുള്ളിമാനെ കെട്ടിയിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. പുള്ളിമാന്റെ അകിടിൽ പാൽ നിറഞ്ഞിരിക്കുന്നതും കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ആ പുള്ളിമാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ 2 മക്കളും കാട്ടിൽ വിശന്നിരിക്കുകയാണ്. അതിനാൽ ഈ വീട്ടുകാരോട് എന്നെ അഴിച്ചുവിടാൻ പറയണം. ഞാൻ കാട്ടിൽ പോയി മക്കൾക്ക് പാൽ കൊടുത്തിട്ട് തിരിച്ചു വരാം. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാരോട് ചോദിച്ചു. വീട്ടുകാർ സമ്മതിച്ചു. അതിനെ അഴിച്ചുവിട്ടു. ആ പുള്ളിമാൻ ഓടിച്ചെന്ന് അതിൻ്റെ മക്കൾക്ക് പാൽ കൊടുത്തു. എന്നിട്ട് അത് തിരിച്ചു വന്നു. അതിനെ കെട്ടിയിട്ട സ്ഥലത്ത് തന്നെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് വളരെ സങ്കടം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുള്ളിമാനെ വില കൊടുത്തു വാങ്ങിച്ചു. എന്നിട്ട് അതിനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദയാലുവാണെന്ന്. ഇത്രയും പറഞ്ഞ് ഞാൻ
കൊച്ചു കഥ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ കിഡ്സ് വിഭാഗത്തിന്റെ സംഘകാല കഥ പറയലൂടെ അവസാനിച്ചു. ഇനി മത്സരങ്ങളായിട്ടാണ് ജഡ്ജസ് ശ്രദ്ധിക്കുക. ഇസ്ലാമിക് സോങ് മലയാളം ഏകദേശം 9 പേര് ഇത് പങ്കെടുക്കാണ്ട്. അസ്സലാമു അലൈക്കും. നിങ്ങൾ എന്താണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കണേ? നല്ല രസമുള്ള പരിപാടിയല്ലേ? ഞാനും ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ ഇതുപോലെ പരിപാടി പങ്കെടുത്ത ആളാണ്. വളരെ താല്പര്യത്തിലാണ് ഞങ്ങളൊക്കെ പോയിരുന്നത്. ഞാൻ അന്ന് പാടിയ ഒരു പാട്ടും പാടി ഞാൻ പാടാം, പക്ഷെ നിങ്ങൾ മിണ്ടാതെ നിൽക്കണം. ഞാൻ മദ്രസയിൽ 7ാം ക്ലാസ്സിൽ ഇതുപോലെ പരിപാടി പങ്കെടുത്ത പാടിയൊരു പാട്ട് ഞാൻ പാടിത്തരാം. അത് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ കേൾക്കണം. ആദ്യം ഞാൻ 1 പറയുമ്പോഴേ ഒരു തവണ കൈയടിക്കണം. 2 എന്ന് പറയുമ്പോൾ 2 തവണ കൈയടിക്കണം. 3 എന്ന് പറയുമ്പോൾ 3 തവണ കൈയടിക്കണം. അങ്ങനെ ചെയ്യോ? അങ്ങനെ ചെയ്താൽ ഞാൻ മദ്രസയിൽ അന്ന് പാടിയ പാട്ട് ഇപ്പൊ പാടും. ഞാൻ കക്കാട് മദ്രസയിൽ 7ാം ക്ലാസ് പഠിച്ചിരുന്നത് ഒരു പാട്ടാണത്. ഞങ്ങളെല്ലാവരും എണീറ്റ് ഞാൻ പറയുന്ന മാതിരി കൈയടിക്കണം, എന്നിട്ട് ഞാൻ പാടുള്ളൂ കേട്ടാ. 1 ആരാണ്ടടിച്ചത്? 2 3 ഇനി ഇരിക്കി. അപ്പൊ ഞാൻ അന്ന് പാട്ട് പാടത്തിന് ശരി കൈയടിക്കൂലേ? പഴയ പാട്ടാണ്, ചിലപ്പോ തെറ്റുണ്ടാവും കേട്ടോ. എനിക്ക് 12 വയസ്സുള്ള കാലത്ത് പാടിയ പാട്ടാണ്. ഇപ്പൊ എനിക്ക് 74 വയസ്സായി. അപ്പൊ 62 കൊല്ലം മുമ്പ് ഞാൻ പാടിയ പാട്ടാണ്. എനിക്ക് ആ പാടി എഴുതി തന്നത് അന്നത്തെ ഒരു ഉസ്താദാണ്. അയാളൊക്കെ എന്നോ മരിച്ചുപോയി. ഞാൻ പാടട്ടെ? അപ്പൊ നിങ്ങൾ കേൾക്കട്ടാ. പാടിയതിന് ശേഷം ശരിക്കും കൈയടിക്കാം. ഇരുലോകശിരോ മണിപ്പൂവേ ഇർഹം പൂത്തൊരു ഗുരുവേ. ഇരുലോകശിരോ മണിപ്പൂവേ ഇർഹം പൂത്തൊരു ഗുരുവേ. മക്ക മദീന പൂങ്കാവിൽ ആശിക്കായൊരു തിരുനബിയേ. മക്ക മദീന പൂങ്കാവിൽ ആശിക്കായൊരു തിരുനബിയേ. മണിമാല മറഞ്ഞ ആസ്ഥാനം മുഹമ്മദ് ചേരുവതേ കാലം മാറാത്ത നോവത്തിനാലേ. ഇർഹം പൂത്തൊരു ഗുരുവേ ഇരുലോകശിരോമണിപ്പൂവേ ഇർഹം പൂത്തൊരു ഗുരുവേ. അസ്സലാമു അലൈക്കും. ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളൊഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം കാട്ടി തരൂ തമ്പുരാനേ കാട്ടി തരൂ തമ്പുരാനേ. ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളൊഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം കാട്ടി തരൂ തമ്പുരാനേ കാട്ടി തരൂ തമ്പുരാനേ. കോപ്പകൾ സോഫകൾ പച്ചാവിരിപ്പുകൾ പട്ടിനാൽ നെയ്ത വസ്ത്രങ്ങൾ കോപ്പകൾ സോഫകൾ പച്ചാവിരിപ്പുകൾ പട്ടിനാൽ നെയ്ത വസ്ത്രങ്ങൾ തേനാറുകൾ പാലാഴികൾ വറ്റാത്ത നീർച്ചാലുകൾ
വറ്റാത്ത നീർച്ചാലുകൾ ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളൊഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം കാട്ടി തരൂ തമ്പുരാനേ കാട്ടി തരൂ തമ്പുരാനേ മുത്തുപോൽ പൈതങ്ങൾ മുന്തിരിത്തോപ്പുകൾ മിന്നി തിളങ്ങുന്ന താരകങ്ങൾ മുത്തുപോൽ പൈതങ്ങൾ മുന്തിരിത്തോപ്പുകൾ മിന്നി തിളങ്ങുന്ന താരകങ്ങൾ മണിമേടുകൾ പൂന്തോപ്പുകൾ സന്തോഷ സൗഹൃദങ്ങൾ സന്തോഷ സൗഹൃദങ്ങൾ ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളൊഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം കാട്ടി തരൂ തമ്പുരാനേ കാട്ടി തരൂ തമ്പുരാനേ. അസ്സലാമു അലൈക്കും. മാളിക പന്തട്ടിലേറി മതിച്ച് സുഖിച്ച് വായും മനുഷ്യനിൻ്റെ മനസ്സിനൊരു ചിന്ത വേണം. മലക്കുൽ മൗതറായിലെത്തും ഓർമ്മ വേണം. മാളിക പന്തട്ടിലേറി മതിച്ച് സുഖിച്ച് വായും മനുഷ്യനിൻ്റെ മനസ്സിനൊരു ചിന്ത വേണം. മലക്കുൽ മൗതറായിലെത്തും ഓർമ്മ വേണം. മാളിക പന്തട്ടിലേറി മതിച്ച് സുഖിച്ച് വായ് മനുഷ്യനിൻ്റെ മനസ്സിനൊരു ചിന്ത വേണം. മലക്കുൽ മൗതറായിലെത്തും ഓർമ്മ വേണം. അസ്സലാമു അലൈക്കും. നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് പിറവിനാമറിയാതെ കൺ തുറന്നു മെല്ലെ പറന്നു നാം ഉയർന്നപ്പോൾ മനം മാറന്ന്. പിറവിനാമറിയാതെ കൺ തുറന്നു മെല്ലെ പറന്നു നാം ഉയർന്നപ്പോൾ മനം മാറന്ന്. ദുനിയാവേ വെറുമൊരു ഇടത്താവളം, ദുനിയാവേ വെറുമൊരു ഇടത്താവളം, നേരി ദൂതനുണ്ടോർക്കാതെ അകന്നു പാളും, കര കാണാതെ ഇങ്ങോട്ടോ മതിച്ചു പോയി. നമ്മൾ തന്നെത്താനറിയാതെ കൊതിച്ചു പോയി. നടക്കുമ്പോഴോർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്. അടുത്തത് നൗറീൻ കാരാട്ട്.